നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്തടുത്ത് വരുമ്പോൾ ആവേശം കൂടുകയാണ്. ഏതായാലും ഇതാ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഏതാണ്ട് 18 താരങ്ങളെ കാർലോ അഞ്ചലോട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നൊരു റിപ്പോർട്ട് വരുന്നു. ESPN ബ്രസീലാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഒഫീഷ്യലായിട്ട് അഞ്ചലോട്ടി പറഞ്ഞതും പ്രഖ്യാപിച്ചൊന്നുമല്ല. പക്ഷേ അഞ്ചലോട്ടിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും മറ്റുമൊക്കെ കളക്ട് ചെയ്ത വിവരങ്ങളനുസരിച്ച് ESPN പുറത്തുവിടുകയാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, മാർച്ച് മാസത്തിലെ മത്സരങ്ങൾ 2 മത്സരങ്ങളുണ്ട്. ഫ്രാൻസ് വേഴ്സസ് ബ്രസീലും ക്രൊയേഷ്യ വേഴ്സസ് ബ്രസീലും. ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡ് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ആ സ്ക്വാഡ് വേൾഡ് കപ്പ് സ്ക്വാഡിൻ്റെ ഏതാണ്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ കോച്ച് പറഞ്ഞതുമാണ്. അപ്പോൾ ആ സ്ക്വാഡ് പുറത്തു വരുന്നതോടുകൂടി ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഏതായാലും 26 അംഗ സ്ക്വാഡാണല്ലോ വേൾഡ് കപ്പിന് പോകേണ്ടത്. അത് മെയ് 27 കൂടി പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരം. ഗ്ലോബോയൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ 26 അംഗ സ്ക്വാഡിൽ 18 പേരെങ്കിലും അവരുടെ പൊസിഷൻ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. സോ ആരൊക്കെയാണ് 18 താരങ്ങൾ നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ഉള്ളത് ആലിസൺ ബെക്കർ മാത്രമാണ് ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. ബാക്കി 2 ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് ആരൊക്കെ വരും കാത്തിരുന്ന് കാണാം. ഡിഫൻഡേഴ്സ് പൊസിഷനിലേക്ക് മാർക്കിഞ്ഞോസ്, എദർ മിലിറ്റാവോ, ഗബ്രിയൽ മെഗല്ലസ്, അലക്സാൻഡ്രോ, ഡഗ്ലസ് സാൻഡോസ് എന്നിവർ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിൽ എദർ മിലിറ്റാവൊക്കെ പരിക്കുമാറി ഇനിയും കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. മിഡ്ഫീൽഡേഴ്സായിട്ട് കാസമിറോ, ആൻഡ്രി സാൻഡോസ്, ബ്രൂണോ ഗുയിമേറസ്, ലൂക്കാസ് പക്വേറ്റ, ലൂയിസ് എൻറിക്കെ. അപ്പോൾ അതിൽ ബ്രൂണോ ഗുയിമേറസ് പരിക്കിലാണ്. അത് CBFൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ റിക്കവറി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറ്റാക്കർമാരായിട്ട് മാറ്റിസ് കുഞ്ഞ, റോഡ്രിഗോ, ജാവോ പെഡ്രോ, വിനീഷ്യസ് ജൂനിയർ, റാഫീഞ്ഞ, എസ്റ്റവായോ, ഗബ്രിയൽ മാർട്ടിനെല്ലി. സോ ഇതാണ് നിലവിൽ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയുന്ന താരങ്ങൾ. ഇനി 8 സ്പോട്ടുകൾ കൂടിയുണ്ട്. അത് ആരൊക്കെ എടുക്കും? നെയ്മർ ജൂനിയർ ആ സ്ഥാനത്തേക്ക് വരുമോ? ഇതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എൻട്രിക്കിനെ പരിഗണിക്കുമോ? സോ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് മാർച്ച് മാസത്തിലെ കോളപ്പോടുകൂടി ഏതാണ്ട് ഒരു ധാരണ ലഭിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.